രണ്ടാമത്തെ മറിയല ഇതിന് നടപടി നടപടി ഉണ്ടായേ ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്കായി മണ്ണെടുക്കുന്ന ചെമ്മരത്തൂർ മീൻകണ്ടി ഉപ്പിലാറ മലയിൽ ടാങ്കർ മറിഞ്ഞു. ഇവിടെ മണ്ണെടുക്കുന്ന വാഹനങ്ങൾക്ക് ആവശ്യമായ ഡീസലുമായി എത്തിയ ടാങ്കറാണ് വൈകുന്നേരം 5 മണിയോടെ സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞത്. ടാങ്കറിൽ നിന്നും ഡീസൽ പരന്നത് പരിഭ്രാന്തി പരത്തി. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ജനകീയ പ്രതിഷേധം തുടരുന്ന സ്ഥലമാണ് ഉപ്പിലാറമല. ജനവാസ മേഖലയിലെ മണ്ണെടുപ്പിനെതിരെ സമരസമിതി രൂപീകരിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് വാഗാടിൻ്റെ ഈ ഫിറ്റ്നസ് ഇല്ലാത്ത ഈ വണ്ടി. 4 വർഷമായി ഈ വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം തീർന്നിട്ട് ഇത്തരം വണ്ടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലുടനീളം വലിയ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇതേ വണ്ടി ഇവിടെ വെച്ച് മറിഞ്ഞിരുന്നു. അന്ന് ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യം പിന്നെ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അവരത് ഗവനിക്കാതിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു പാവത്തിൻ്റെ വീട്ടിലേക്കാണ് ഈ വണ്ടി മറിഞ്ഞിരിക്കുന്നത്. ഈ വണ്ടി പിന്നെ ഈ വർക്ക് തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഈ പിന്നെ വീട്ടിൻ്റെ തറക്ക് ഇതേപോലെയുള്ള പ്രശ്നം നടന്നിട്ട് RDOനും കളക്ടർക്കൊക്കെ അപേക്ഷ കൊടുത്തിട്ട് പോലും യാതൊരുവിധ നടപടി അവർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ അതേ വീട്ടിലേക്ക് തന്നെയാണ് ഈ വണ്ടി മറിഞ്ഞ് ചുമരോട് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ഡീസൽ 3000 ലിറ്ററോളം ഡീസൽ ഈ വണ്ടിയിലുണ്ട്. ഇപ്പോൾ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഡീസൽ. വാഗാട് ഇവിടെ മണ്ണെടുത്ത് തുടങ്ങിയ മുതലേ പ്രശ്നങ്ങളെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇത് വല്ലാത്തൊരു ദുരിതത്തിലേക്കാണ് ഈ പ്രദേശത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വണ്ടി ഇങ്ങനെ മറിയുന്നത്. ഒരു വീടാണ് ഈ നിൽക്കുന്നത്. ഈ വീട്ടിനെ തന്നെ ഒരുപാട് ദുരിതം അനുഭവിച്ച് കഴിഞ്ഞ് ഈ പെർമിഷനും കൂടി ഇല്ലാണ്ടാണ് ഈ പ്രാവശ്യം മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വാഗാട് മല അല്ലെങ്കിൽ ഈ ഉപ്പിലാറ മലയിൽ. അപ്പോൾ പല പ്രാവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളിലും ഇവിടെ ജനങ്ങളുമായിട്ട് നടന്നു കഴിഞ്ഞ് സമരസമിതിയും കൺവീനർമാരെല്ലാം ഉണ്ട്. എല്ലാവരും കൂടി പ്രശ്നങ്ങളും തടസ്സങ്ങളെല്ലാം ഉണ്ടായിട്ടും എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ പല സംഗതികളും മുന്നോട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം വീടിൻ്റെ മുകളിലാണ് ഈ ലോറി ഇപ്പം കിടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ലോറി മറിഞ്ഞതാണ്. ഇപ്പോൾ ഡീസൽ വണ്ടിയാണ് മറിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഒരു സുരക്ഷയും ഇവരൊരുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഒരു പ്രധാന പ്രശ്നം. ഇത്രയും കാലമായിട്ടും കുറേ കാലമായി ഇത് തുടങ്ങിയിട്ട് മണ്ണെടുത്തിട്ട് അന്ന് മുതലേ നാട്ടുകാർക്ക് തലവേദനയാണ്. ഇത് എപ്പം തീരുമെന്ന് വരെ ഒരു ഇതില്ല. കുടിവെള്ള പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ. പൊടി പ്രശ്നം വേറെ, പക്ഷേ ഇതൊന്നും ഇവരെ ബാധിക്കാത്തൊരു പ്രശ്നം പോലെ ജനങ്ങളിപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. ചെയ്തിട്ട് ഇവിടെ ഒരു പരാതി കൊടുത്തിട്ട് ഒരു ഇത് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിപ്പം ജനങ്ങൾ കണ്ടുകൊണ്ടാണ് ഇത് മുന്നിൽപ്പെട്ടത്. ഇത് ഒരു പ്രാവശ്യം കാണുമ്പോഴേക്ക് ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് കുറച്ചും കൂടി നീക്കി വെച്ചതായിട്ട് ഇതിപ്പം കാണുന്നത്. ഞങ്ങളെ സമ്മതിച്ചു കൊടുത്ത് ഈ രണ്ടാമത്തെ മറിയല ഇതിന് നടപടി ഉണ്ടായേ മാത്രമല്ല ദുരന്തം നടന്നിട്ട് ഇന്നൊന്നും ഇതില്ലാത്ത 4 കൊല്ലം പേപ്പറില്ലാത്ത വണ്ടി ഓടിയില്ലേ? നിങ്ങൾ സമാനത്ത് പറഞ്ഞേക്ക് ഇതെല്ലാം പരിഹാരം കണ്ടതിന് ശേഷം നിങ്ങൾ തൽക്കാലം മണ്ണ് വലിച്ചാൽ മതി. ഇപ്പോൾ ഇത് എടുക്കട്ടെ. അപ്പോൾ ആളെ ക്ലിയർ ആക്കിയിട്ട് മണ്ണ് വരിക്കുക. ഞങ്ങൾ ഓരോ പുരക്കാരെ സെറ്റിൽമെൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക, എന്നിട്ട് മണ്ണ് വരിക്കുക. ഇപ്പോൾ വണ്ടി പോലെ എടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ചെയ്യാം ബാക്കി വർക്കുള്ള. ഇവിടെ കനാലിനോട് ചേർന്ന റോഡ് നിർമ്മിച്ചാണ് മണ്ണെടുക്കുന്നത്. കുത്തനെ കയറ്റമുള്ള റോഡിൽ വാഹനം അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഈ കയറ്റം കയറുന്നതിനിടെ സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മുറ്റത്തേക്ക് ടാങ്കർ മറിയുകയായിരുന്നു. ഇതോടെ ഡീസൽ പരന്നൊഴുകി. വിവരമറിഞ്ഞ നാട്ടുകാർ സ്ഥലത്തെത്തി പോലീസിനെയും വിവരമറിയിച്ചു. ഡീസൽ ഒഴുകി പരന്ന സാഹചര്യത്തിൽ ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു. ക്രെയിനും JCBയും ഉൾപ്പെടെ ഉപയോഗിച്ച് ഏറെ പരിശ്രമിച്ചാണ് ലോറി പുറത്തെടുത്തത്. മണ്ണെടുപ്പ് തുടങ്ങിയതോടെ നിർമ്മാണത്തിലിരിക്കുന്ന രാമത്തുമീത്തൽ മുജീബിന്റെ വീടും അപകടാവസ്ഥയിലാണ്.
ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.